കലൂരിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സംഭവം പ്രേക്ഷകരുടെ ഓർമ്മയിലുണ്ടായിരിക്കും. കലൂരിലെ ഐ ഡെയിലി കഫേയിൽ സ്റ്റീമർ പൊട്ടിത്തെറിച്ചൊരാൻ വലിച്ച സംഭവം അത് ഞെട്ടിക്കുന്നതായിരുന്നു. കലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിൽ കടകൾ പ്രവർത്തിക്കുന്നത് GCDയുടെ മുന്നറിയിപ്പുകൾ അവഗണിച്ച് എന്ന വിവരങ്ങൾ അതിന് പിന്നാലെ പുറത്തു വന്നിരുന്നു. സ്റ്റേഡിയത്തിലെ ഹോട്ടലുകളിൽ നിന്ന് പാചകവാതക സിലിണ്ടറുകൾ ഉപേക്ഷിക്കണമെന്ന നിർദ്ദേശം ഹോട്ടലുടമകൾ കാറ്റിൽ പറത്തുകയായിരുന്നു. GCDയുടെ ഉത്തരവിന്റെ പകർപ്പ് 24-ന് ലഭിച്ചു. കലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിലെ സുരക്ഷാ മാനദണ്ഡങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് കഴിഞ്ഞ ദിവസം ഐഡലി കഫേയിലുണ്ടായ പൊട്ടിത്തെറി. GCDയുടെ മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി എങ്ങനെയാണ് ഈ കടകൾ ഇവിടെ പ്രവർത്തിച്ചത്? ജനുവരി 6-നാണ് കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലുകളിൽ നിന്ന് പാചകവാതക സിലിണ്ടറുകൾ അടിയന്തരമായി നീക്കം ചെയ്യണമെന്ന് GCDയെ നോട്ടീസ് നൽകുന്നത്. സ്റ്റേഡിയത്തിലെ ഹോട്ടലുകളിൽ ഏകദേശം 200ഓളം പാചകവാതക സിലിണ്ടർ ശേഖരമുണ്ടെന്നാണ് കണക്ക്. സുരക്ഷാ മാനദണ്ഡം കാറ്റിൽ പറത്തിയുള്ള പ്രവർത്തനം തീർന്നില്ല. തീപിടുത്തമുണ്ടായാൽ അടിയന്തര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള ഫയർ എക്സ്റ്റിംഗ്വിഷൻ പലതും കാലാവധി കഴിഞ്ഞത്. ഒഴിഞ്ഞ ഫയർ ബോക്സുകൾ, കർശന നിയന്ത്രണങ്ങളോടെയുള്ള മെയിൻ്റനൻസ് മാത്രം അനുവദിച്ച ഹോട്ടലുകൾ പലതും പ്രവർത്തിക്കുന്നത് GCDയുടെ നിർദ്ദേശം കണ്ട മട്ടിലല്ല. സ്റ്റേഡിയത്തിന്റെ ബലക്ഷയത്തെ പോലും ആശങ്കപ്പെടുത്തുന്നതാണ് പല ഹോട്ടലുകളുടെയും പ്രവർത്തനം. അങ്ങനെ അനാസ്ഥയുടെ കൂടാരമാണ് 10,000-ലധികം കാണികൾ ഒത്തുകൂടുന്ന കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയം. 13 കാര്യങ്ങൾ റെക്ടിഫൈ ചെയ്താൽ മാത്രമേ ഞങ്ങൾ NOC ടൂർണമെൻറ്റുകൾ നടത്തുന്നതിനുള്ള NOC നൽകുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് മറുപടി GCD കൊടുത്തിരിക്കുന്നത് ഇത് 13 കാര്യങ്ങൾ റെക്ടിഫൈ ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ NOC നൽകി. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ GCDക്ക് നൽകിയിരിക്കുന്ന NOC റദ്ദ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നാളെ ഇതൊരു ടൂർണമെൻറ്റുകൾ നടക്കുന്നു, പല പരിപാടികളും നടക്കുന്നു. പക്ഷേ ഇവിടെ ആ പറഞ്ഞിരിക്കുന്ന സുരക്ഷാ വീഴ്ചകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നാണ് സത്യം. ഒരാളുടെ ജീവൻ പൊലിഞ്ഞ ഐഡലി കഫേയിലുണ്ടായ പൊട്ടിത്തെറി മനുഷ്യനിർമ്മിത അപകടമെന്ന് വിശേഷിപ്പിക്കാം. സ്റ്റേഡിയത്തിന്റെ മേൽക്കൂര പോലും അപകടാവസ്ഥയിലാണ്. കാനകളുടെ മുകളിൽ ടൈൽ പാകിയാണ് GCDയോടുള്ള ഹോട്ടലുകളുടെ വെല്ലുവിളി. സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടിക്കിടെ ഉമാ തോമസ് MLAക്കുണ്ടായ അപകടമുയർത്തിയ ചോദ്യങ്ങൾ നിലനിൽക്കുന്നിടെയാണ് കഫയിലെ പൊട്ടിത്തെറി. അപകടങ്ങൾ തുടർക്കഥയാകുമ്പോൾ അധികൃതരുടെ കണ്ണ് എന്ന് തുറക്കുമെന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത്. നിതിൻ അംബുജൻ, 24, കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ.